ഹലോ, ഇന്നൊരു സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. ഒടിച്ച് ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം എടുത്തിട്ടുണ്ട്. അത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ചൗവരിയാണ് എടുക്കുന്നത്. ചൗവരി ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം, അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് വേകുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം ഇപ്പുറത്തെ അടുപ്പിൽ ഞാനാണെങ്കിൽ പാൽ വെച്ചിട്ടുണ്ട്. പാൽ സെപ്പറേറ്റ് വേവിക്കുകയാണ്. പാൽ അതുപോലെ തന്നെ വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പൊടിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ ഇതിലും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് നമ്മുടെ ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വറുത്തെടുക്കാമേ. നന്നായിട്ടൊരു കിസ്മിസൊക്കെ നല്ല ബോളായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്ത് എടുത്ത് മാറ്റി വയ്ക്കണം. അതിലേക്ക് തന്നെ നമ്മുടെ ഈ സേമിയ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. സേമിയ എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്നൊരു ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നല്ല സ്മെല്ലും കിട്ടും. നെയ്ക്കകത്താകുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വറുത്ത് എടുത്ത് അതും മാറ്റി വയ്ക്കണം. അതിനുശേഷം നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് ഞാൻ ഈ സേമിയ ഇട്ട് നന്നായിട്ട് വേവിക്കും. അതിൻ്റെ ഒപ്പം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അന്നേരം സേമിയൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് വേകും. അതിനുശേഷം മറ്റൊരു പാത്രം വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഈ വെന്ത പാൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം ബാക്കി ഈ സേമിയ വെന്തത് ഫുൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. സേമിയ വെന്തത് ഫുള്ള് അതിൻ്റെ അകത്ത് ഒഴിച്ച് മുഴുവൻ പാലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കും. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ചൂടാക്കണം കേട്ടോ. എല്ലാം വെന്തതും ഒക്കെയല്ലേ, അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മധുരമൊക്കെ പാകണം നോക്കിയിട്ട് എടുക്കുക. നല്ല സൂപ്പർ പായസം റെഡിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ പായസം കുറുക്കി വരുമ്പോഴത്തേക്കും അല്പം പാൽ നമ്മളിതുപോലെ ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്താൽ നന്നായിരിക്കും. പാൽ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് മാറ്റി വെച്ചിടും. അപ്പോൾ കുറുകുന്നതിനനുസരിച്ച് ഞാൻ കുറച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.